ഹായ് ഹലോ മക്കളെ, ഹൗ ആർ യു? കഴിഞ്ഞ ക്ലാസ്സിലേക്ക് വായിച്ചു നോക്കിയോ? അതൊന്നും വായിക്കാതെ ഇങ്ങോട്ട് വന്നോ? ബുക്കൊക്കെ എടുത്ത് വെച്ചേ, വായിച്ചു പിടിച്ചേ. ജസ്റ്റ് വീഡിയോ കാണുന്നതിന് മുമ്പ് ആ കഴിഞ്ഞ ക്ലാസ്സിലെ അപ് ടു എൻസൈംസ് ഒക്കെ ഒന്ന് നോക്കിയിട്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ടച്ച് കിട്ടും. ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാ, ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇന്ന് നമ്മള് ബയോമോളിക്യൂൾസിനകത്ത് പോകുന്നത് വൈറ്റമിൻസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. വൈറ്റമിൻസ്. ഓക്കെ, വൈറ്റമിൻസ് അറിയാലോ, വൈറ്റൽ ആയിട്ടുള്ള ആളുകളാണ് വൈറ്റമിൻസ് എന്ന് പറഞ്ഞത് അല്ലെ. ദി ആർ ദ നോൺ പ്രോട്ടീനേഷ്യസ് പാർട്ടാണ്. പക്ഷെ ഇവൻ ഒരു എന്താ പറയുക, ചെറിയ ആളാണ്. അവനില്ലെങ്കിൽ എന്തായിരിക്കും, മൊത്തം പ്രശ്നം ഉണ്ടാകും അല്ലെ. സോ വി നീഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് ഇൻ അവർ ബോഡി ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ്. ഇവന്റെ അളവ് കുറയുമ്പോൾ എന്ത് വരുന്നുണ്ട്, നമുക്ക് കുറച്ച് ഡെഫിഷ്യൻസി ഡിസീസുകൾ ഉണ്ടാവും അല്ലെ. സോ ഈ ആനിമൽ ബോഡിക്കകത്ത് എന്താ പറയുക, ഈ പറഞ്ഞ വൈറ്റമിൻസിനെ എല്ലാത്തിനെയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ നമ്മുടെ ഗട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ വൈറ്റമിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്ലാന്റ്സിന് എന്തിനുള്ള കഴിവുണ്ട്, ഈ പറഞ്ഞ വൈറ്റമിൻസിനെയൊക്കെ ഉണ്ടാക്കാൻ കഴിവുണ്ട്. മോസ്റ്റ് ഓഫ് ദ വൈറ്റമിൻസിനെ ആർക്ക് പറ്റുന്നുണ്ട്, പ്ലാന്റ്സിന് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അല്ലെ. അതുകൊണ്ടല്ലേ നമ്മളോട് പറയുന്നത് വെജിറ്റബിൾസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം, പിന്നെന്താ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് പറയാറില്ലേ അല്ലേ. പക്ഷെ നമ്മൾ എപ്പോഴും സെലക്ടഡ് ഫുഡ്. നിങ്ങൾ അങ്ങനെയാണോ? സെലക്ടഡ് ഫുഡ് അങ്ങനെ കഴിക്കാൻ പാടില്ല കേട്ടോ മക്കളെ. ഇതിന്റെ ഡെഫിഷ്യൻസി ഒരു പ്രശ്നക്കാരനാണ്. ഓക്കെ, വൈറ്റമിൻസ് ഒരു വൈറ്റൽ റോളാണ് നമ്മുടെ ബോഡിക്കകത്ത് തരുന്നത് അല്ലെ. അവന്റെ ബോഡി ഫങ്ഷനിങ് എന്ന് പറഞ്ഞത് നമുക്ക് അത്ര ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കുള്ളതാണ്. പിന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഡോക്ടർമാർ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സോ വൈറ്റമിൻ ബി കോംപ്ലക്സുകളോ ഒക്കെ തരാറില്ലേ ഇല്ലേ. മരുന്ന് വാങ്ങി കഴിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, കം ബാക്ക് ടു ദി പോയിന്റ്. എന്താണ്? സോ ദീസ് ആർ സർട്ടൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഞാൻ പറഞ്ഞില്ലേ, ദേ ആർ റിക്വയർഡ് ഇൻ സ്മോൾ അമൗണ്ട്സ് ഇൻ അവർ ഡയറ്റ് ബട്ട് ദ ഡെഫിഷ്യൻസി കോസ് സ്പെസിഫിക് ഡിസീസ്. ഓരോ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്കും എന്ത് വരുന്നുണ്ട്, ഓരോരോ അസുഖങ്ങളാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓരോ സിംറ്റംസ് വെച്ചിട്ട് ഡോക്ടർമാർ എന്താ പറയുന്നത്, ഈ ഒരു കുഴപ്പമാണ്, എന്നിട്ട് അങ്ങോട്ട് എഴുതും ഇന്ന ഇന്ന മരുന്നുകൾ. അല്ലെ, ഈ വൈറ്റമിൻ ടാബ്ലറ്റ്സിനൊക്കെ നല്ല വിലയാടാ മക്കളെ. പിന്നെ ഒരു കാര്യം, തന്നെ പോയി വാങ്ങിച്ചാലും കഴിക്കരുത് കേട്ടോ. ശരിക്കും പഠിച്ചാൽ രണ്ടു വർഷം കഴിയുമ്പം എന്താ പറയാ, നിങ്ങൾക്കിപ്പം ഈ ഒരു ഇയറിൽ ശരിക്കും നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നീറ്റൊക്കെ കിട്ടിയാൽ ഡോക്ടർമാരാകാം. എന്നിട്ട് നിങ്ങൾ സ്വയം ചികിത്സിക്കുകയൊക്കെ ചെയ്തു, അറിയാതെ ചികിത്സിക്കണ്ട കേട്ടോ. എനിവേ MBBS എത്തട്ടെ, അപ്പൊ കുട്ടി ഡോക്ടർമാരാകട്ടെ, അപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം കേട്ടോ. പിന്നെ എഞ്ചിനീയറിംഗിന് പോകുന്ന കുട്ടികൾ ഏതായാലും ഡോക്ടറെ കണ്ടിട്ട് തന്നെ മരുന്ന് വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇമാരുടെ കാര്യങ്ങള്. We need എന്താണ്, in small amounts in our diet but their deficiency causes specific diseases അല്ലെ. ഞാൻ പറഞ്ഞില്ലേ മക്കളെ, മോസ്റ്റ് ഓഫ് ദ വൈറ്റമിൻസ് cannot be synthesized in our body but ഞാൻ പറഞ്ഞല്ലോ, plants can be synthesized almost all of them. They are considered as essential food factors. ശരിയല്ലേ, നമ്മുടെ ഡയറ്റിൽ ഇതൊക്കെ വേണം, ഇല്ലെങ്കിൽ ഓരോരോ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ മാതിരി എല്ലാം, അതായത് വൈറ്റമിൻ റിച്ച് ഫുഡുകൾ വേണം നമ്മൾ കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഗട്ട് ഉണ്ടാക്കുന്നുണ്ട്, കുറേ വൈറ്റമിൻസിന് നമ്മുടെ ഗട്ട് ഉണ്ടാക്കുന്നു. അതിന് പറ്റാവുന്ന അത്രയും വെച്ചാൽ സ്റ്റൊമക്കിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് ആൽഫബറ്റ്സ് ആണ്, ABCDE എക്സെട്ര. NCERT-യുടെ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. സോ സം ഓഫ് ദം ആർ, ഇപ്പൊ ബി വൈറ്റമിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. B1, B2, B6, B12 എക്സെട്ര. ഓക്കെ, എന്ന് വെച്ചാൽ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് കേട്ടോ. ഇനി ആരും, ഞാൻ മുമ്പ് പറഞ്ഞില്ല, ആരും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പണ്ടെങ്ങാണ്ട് ഏത് ഒരു ഡോക്ടർ പറഞ്ഞത് കേട്ടോ, അയ്യോ എനിക്ക് ഈ ഡെഫിഷ്യൻസി, ഓടിപ്പോയി കടയിൽ ചെന്നിട്ട്, നമുക്കൊക്കെ കിട്ടുമല്ലോ പിന്നെ കടയിൽ ചെന്ന് ചോദിച്ചാൽ ഇത്തരം മരുന്നുകളൊക്കെ അല്ലെ, അങ്ങനെ പോയി വാങ്ങി കഴിക്കല്ലേ മക്കളെ. അതും പ്രശ്നക്കാരനാണ് കേട്ടോ. ബോഡിക്ക് ആവശ്യമുള്ളത് മാത്രം കിട്ടിയാൽ മതി, ഇല്ലാത്ത ഒന്നും നിങ്ങളായിട്ട് സപ്ലിമെന്റിൽ കൊടുക്കുകയൊന്നും വേണ്ട. ഓക്കെ, ഇനി നമുക്ക് വൈറ്റമിനും എന്താ പറയുക അതിന്റെ സോഴ്സുകളും ഒക്കെ നോക്കാം. ഞാനൊരു ചാർട്ട് പോലെ, ഒരു വീല് പോലെ ആക്കി വെച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ മക്കളെ. വൈറ്റമിൻ A കണ്ടോ, അതിന്റെ പടങ്ങൾ കണ്ടോ, ക്യാരറ്റ്, ഫിഷ്, ലീഫി വെജിറ്റബിൾസ് കണ്ടോ, എഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, B1 ഉണ്ടോ ഇവിടെ തന്നിരിക്കുന്നുണ്ടോ, B2, B3, നമ്മുടെ ടെക്സ്റ്റ് തരാത്ത കുറച്ചെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്, B5, കോണിന്റെ ഒക്കെ പടം കണ്ടോ, നമ്മുടെ കോൺ, പോപ്കോണിന്റെ ആ സാധനം അല്ലേ. B6, B8, മഷ്റൂമിന്റെ ഒക്കെ പടം കണ്ടോ, അല്ലേ, മഷ്റൂം, ബനാന, ഇത് ലിവറാ, ലിവർ ഈ കറുത്ത കളറിൽ കാണുന്നുണ്ടോ, ലിവറാണ് ഉണ്ടോ, എഗ് അല്ലേ. അപ്പൊ ഒരു കാര്യം ഓർത്താൽ മതി, ലീഫി വെജിറ്റബിൾസും പാല്, മുട്ട, ഇജാതി സാധനങ്ങൾ, ഫിഷ് ഇതൊക്കെ കഴിക്കണം, എല്ലാം കിട്ടിക്കോളും അല്ലെ. അല്ലാതെ ഈ വൈറ്റമിന് മാത്രമുള്ളത് ആ വൈറ്റമിന് മാത്രമുള്ളത് അങ്ങനെയൊന്നും അല്ലല്ലോ കഴിക്കുന്നത്. നോക്കണം മക്കളെ, ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സ്പിനാഷ്, ചെറി അല്ലേ,
പിന്നെന്താ സ്ട്രോബെറി. ഓക്കെ, പറ്റാവുന്ന പോലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിക്ചറുകൾ. അവിടെ സോഴ്സുകൾ എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. നമ്മുടെ സോഴ്സുകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ സോഴ്സസ് ഓഫ് വൈറ്റമിൻസ്. ഓക്കെ, നമുക്കിവിടെ ക്വസ്റ്റ്യൻ വരുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് കേട്ടോ മക്കളെ. വൈറ്റമിൻ, ഓരോ വൈറ്റമിനെയും ഡെഫിഷ്യൻസി ഡിസീസ് ഞാൻ മാക്സിമം ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വൈറ്റമിൻ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് മക്കളെ. വൈറ്റമിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, ദാറ്റ് ഇസ് ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ആണ്. അതിനകത്ത് രണ്ട് ടൈപ്പ് ഞാൻ പറഞ്ഞില്ലേ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്, ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ABCDEFE എന്നൊക്കെ പറഞ്ഞല്ലേ. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറഞ്ഞ ADEK ആർ ദ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് ഏതാണ്? വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനകത്ത് വരുന്നത് വൈറ്റമിൻ ബിയും സിയും. അതിൽ എക്സെപ്ഷൻ B12 ആണ്. എക്സെപ്ഷൻ എന്ന് പറയുന്നത് B12 ആണ്. ഞാൻ പറയാം മുന്നോട്ട് വരുമ്പം. B12 ഇറ്റ് ഈസ് കോൾഡ് സൈനോകൊബാലമിൻ ആണ് കേട്ടോ. സൈനോകൊബാലമിൻ എന്നാണ് വിളിക്കുന്ന. കൊബാൾട്ട് മെറ്റൽ ഉള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ B12. അപ്പം വൈറ്റമിൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആൻഡ് വാട്ടർ സോലുബിൾ വൈറ്റമിൻസ്. അതിനകത്ത് ഫാറ്റ് സോലുബിൾ പറഞ്ഞ ADEK ആർ ദ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ വൈറ്റമിൻസ് സച്ച് ആസ് B and C ആർ ദ വാട്ടർ സോലുബിൾ വൈറ്റമിൻ. മക്കളെ B എന്ന് പറയുന്നത് B കോംപ്ലക്സ് ആ. ഇത് കണ്ടോ, B1, B2, B3, B5, B6, B8, B9, B12 വരുന്നതാണ് വൈറ്റമിൻ B കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിനകത്ത് B12 എന്തല്ല, വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് അല്ല. ഇനി ഇതിൽ ഈ വാട്ടർ സോലുബിൾ വൈറ്റമിൻസ് നമുക്ക് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് അറിയാം കുഞ്ഞുങ്ങളെ, ഈ വൈറ്റമിൻ വാട്ടറിനകത്ത് സോലുബിൾ ആകും. എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ ആണ് കേട്ടോ, എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ. അതുകൊണ്ട് ഫാറ്റ് സോലുബിൾ പിന്നെയും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആക്കി വെക്കാനായിട്ട് പറ്റും. പക്ഷെ വാട്ടർ സോലുബിളിന്റെ കുഴപ്പം ഇതാണ്, ഇത് വെള്ളത്തിൽ സോലുബിൾ ആകുന്നതുകൊണ്ട് ഇറ്റ് എക്സ്ക്രീറ്റഡ് ത്രൂ ദ യൂറിൻ. ഓക്കെ, ഒന്ന് ഓർമ്മയിലേക്ക് വെക്കുക. ഇനി നമുക്ക് മരുടെ ഡെഫിഷ്യൻസി ഡിസീസ് ഒക്കെ ഒന്ന് നോക്കാം. ADEK ഫാറ്റ് സോലുബിളും ബാക്കി വാട്ടർ സോലുബിളും ആയിട്ട് സെപ്പറേറ്റ് ആക്കി തന്നെ ഞാൻ വെച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് പിന്നെ ABCDE ആ ഓർഡറിലാണ് പോയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏതാ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് പഠിച്ചോളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സോ വൈറ്റമിൻ എക്ക് വേറൊരു പേരും കൂടിയുണ്ട്, റെറ്റിനോൾ കേട്ടോ. കണ്ണുമായിട്ട് റിലേറ്റഡ് ആണ്, അങ്ങനെയെങ്കിലും ഓർത്ത് വെച്ച് പഠിക്കൂ. റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനാൽ അല്ലെങ്കിൽ റെറ്റിനോയിക് ആസിഡ് കേട്ടോ. റെറ്റിനോൾ എന്ന് പേരോർത്തോ. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് അതാണ്. വൈറ്റമിൻ എ ഈസ് ഓൾസോ കോൾഡ് റെറ്റിനോൾ കണ്ടോ. അപ്പൊ നിങ്ങളെ ഞാൻ മുമ്പ് പിക്ചർ കാണിച്ചെന്നല്ലോ മക്കളെ. ലീഫി വെജിറ്റബിൾസ്, എഗ്, ക്യാരറ്റ് അതൊക്കെ നിങ്ങൾ കഴിക്കണം. അപ്പൊ എന്നാലേ എന്ത് കിട്ടുള്ളൂ, വൈറ്റമിൻ എ കിട്ടുള്ളൂ. ഇനി വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണ് സിറോഫ്താൽമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. കണ്ണ് ഡ്രൈ ആകുന്ന അസുഖമാണ് സിറോഫ്താൽമിയ എന്ന് പറഞ്ഞു. ഇവിടെ കെരാറ്റോ മലേഷ്യ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, NCERT-ക്കകത്തുള്ളതാണ് ഞാൻ പൊന്തിച്ചെഴുതി വെച്ചിരിക്കുന്നത്. സിറോഫ്താൽമിയ ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഓക്കെ, നൈറ്റ് ബ്ലൈൻഡ്നെസ് മീൻസ് ഇരുട്ടത്ത് കണ്ണ് കാണാത്ത അസുഖം അല്ലടാ മക്കളെ. നല്ല ഡാർക്ക്നെസ് ആണെങ്കിൽ ആർക്കും കണ്ണ് കാണാൻ പറ്റത്തില്ല. നല്ല ഇരുട്ടത്ത് നിങ്ങൾക്ക് കണ്ണ് കാണാൻ പറ്റുമോ? ഇല്ല, ആർക്കും കണ്ണ് കാണാൻ പറ്റില്ല. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സന്ധ്യ സമയത്ത് നമുക്ക് കണ്ണ് കാണാൻ പറ്റില്ല. ഐ മീൻ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ഡേ എൻഡ് ചെയ്യാൻ പോകുന്നു, ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കണ്ണ് കാണാൻ പറ്റാത്ത അസുഖത്തിന്റെ പേരാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്ക് മിക്കവാറും എല്ലാവർക്കും ആ സമയത്ത് ഒരുമാതിരി കണ്ണ് കാണാൻ പറ്റും, ശരിയല്ലേ? ആ മൂടൽ വെളിച്ചം ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ചിലർക്ക് അത് കാണാൻ പറ്റില്ല. ഇതൊരു കുഴപ്പക്കാരനാണ്. എന്താണെന്നറിയോ, നമ്മൾ ഈ ആർമി, നേവി അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില എന്താ പറയാ ജോലികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പം അവർ ചെക്ക് ചെയ്യും, നിങ്ങൾക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടോ, ഫ്ലാറ്റ് ഹൂഫ് ആണോ, നമ്മുടെ കാലേ ഇങ്ങനെ പരന്നതാണോ നോക്കും. അതറിയണമെങ്കിൽ നിങ്ങൾ കാല് വെള്ളത്തിൽ ചവിട്ടിയിട്ടേ ഏതെങ്കിലും ഉണങ്ങിയ സ്ഥലത്ത് വെച്ചിട്ട് കാലിന്റെ പാട് നോക്കണം. നമ്മുടെ കാലിന്റെ ഈ എന്താ പറയുക കുറച്ച് ഭാഗം ഇങ്ങനെ കർവ്ഡ് ഷേപ്പ് അല്ലേ വരിക അല്ലെ, അവിടെ ഇങ്ങനെ വെള്ളം നനയാണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് നമ്മുടെ കർവ്ഡ് ഹൂഫ്. ഫ്ലാറ്റ് ഹൂഫ് ആണെങ്കിൽ വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഒട്ടിയിരിക്കും കേട്ടോ, ഒറ്റ ഫ്ലാറ്റ് ആയിട്ടിരിക്കും. ഫ്ലാറ്റ് ഹൂഫുകാർക്ക് പെട്ടെന്ന് ഓടാനൊന്നും പറ്റില്ല. അതുകൊണ്ട് പട്ടാളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളില്ലേ ആർമി, നേവി അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും അവർ എടുക്കില്ല എന്ന് പറയും. നമ്മൾ ഇല്ല പറഞ്ഞിട്ട് എന്താ പറയാ ടെസ്റ്റ് ഒക്കെ എഴുതി അവിടെ ചെന്നാലും ഉമ്മാര് ഈ ഫിസിക്കൽ ടെസ്റ്റ് നോക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കും കേട്ടോ. ഓക്കെ, ഇതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞത്. അപ്പൊ വൈറ്റമിൻ എ ഈസ് കോൾഡ് റെറ്റിനോൾ കേട്ടോ. പിന്നെ അത് ഓൾ ആൽക്കഹോൾ, ആൽഡിഹൈഡ്, ഓയിക് ആസിഡ്, കാർബോക്സിലിക് ആസിഡ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആകാം. സോ റെറ്റിനോൾ, റെറ്റിനാൽ ഓർ റെറ്റിനിക് ആസിഡ് ആൻഡ് ദ ഡെഫിഷ്യൻസി ഡിസീസ് ആർ
നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സിറോഫ്താൽമിയ കേട്ടോ, കൺട്രൈ ആകുന്നതാണ് സിറോഫ്താൽമിയ ആൻഡ് കെരാറ്റോമലേഷ്യ എന്നും പറയാറുണ്ട് കേട്ടോ. ഇനി വൈറ്റമിൻ ഡി ഫ്രീ കിട്ടുന്ന വൈറ്റമിൻ ആണ് പിള്ളേരെ, പേടിക്കണ്ട. കാരണം സൺഷൈൻ വൈറ്റമിൻ എന്നും കൂടെ വൈറ്റമിൻ ഡിക്ക് പറയുന്നുണ്ട്. വൈറ്റമിൻ ഡിയുടെ സ്ട്രക്ചർ ഒരു സ്റ്റിറോയിഡിന്റെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റി ഉള്ള സ്ട്രക്ചർ ആണ് കേട്ടോ. വൈറ്റമിൻ ഡിയുടെ സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് തോന്നും ഇതൊരു സ്റ്റിറോയിഡ് ആണെന്ന്. കുറെ ഇങ്ങനെ സൈക്ലിക് റിംഗ് ഇങ്ങനെ വരച്ചു കൂട്ടിയ സ്ട്രക്ചർ ആ സ്റ്റിറോയിഡുകൾ. ബയോളജി സ്റ്റുഡൻസുകളുടെ ഫസ്റ്റ് ഇയർ ബയോമോളിക്യൂൾസിനകത്ത് എനിക്ക് തോന്നുന്നുണ്ടെന്നാ തോന്നുന്നത്. നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റിറോയിഡിന്റെ സ്ട്രക്ചർ കേട്ടോ. ജസ്റ്റ് സ്ട്രക്ചർ ഒന്നും അറിയണ്ട, നിങ്ങളുടെ ബുക്കിൽ ഉള്ള പോലെ എനിക്കൊരു തോന്നലുണ്ട്. ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അതിന്റെ സ്ട്രക്ചറൽ സിമിലാരിറ്റിയാണ് വൈറ്റമിൻ ഡിക്ക്. അതൊന്നും ഇവിടെ വേണ്ട കേട്ടോ മക്കളെ. വൈറ്റമിൻ ഡി സൺഷൈൻ വൈറ്റമിൻ കൂടെ പറയാറുണ്ട് കേട്ടോ. സൺഷൈൻ വൈറ്റമിൻ ഞാൻ പറഞ്ഞില്ലേ, രാവിലത്തെയും വൈകിട്ടത്തെയും എന്താ പറയാ ഇളം വെയിൽ കൊള്ളണം എന്ന് പറയാറില്ലേ അല്ലെ, അത് ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി. ഇപ്പൊ ഒരുപാട് പേർക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. എന്താണെന്നറിയോ, കുട്ടികൾ ആരും ഇപ്പൊ വെയിൽ കൊള്ളുന്നൊന്നും ഇല്ലല്ലോ അല്ലെ, ആ വെയിൽ കൊള്ളുന്ന വളരെ നല്ലതാണ്. സോ ഇറ്റ് ഈസ് കോൾഡ് സൺഷൈൻ വൈറ്റമിൻ. അത് 2 ടൈപ്പ് ഉണ്ടടാ. എർഗോ കാൽസിഫെറോൾ എന്ന് പറഞ്ഞ D2ഉം കോളെ കാൽസിഫെറോൾ എന്ന് പറഞ്ഞ D3യും. അതായത് ന്യൂബോൺ ബേബികൾക്കൊക്കെ ഒരു 6 മന്തോളം നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഒരു മരുന്നാണ് കോളെ കാൽസിഫെറോൾ, വൈറ്റമിൻ D3. അതായത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാതെ, കാരണം അവരെ പുറത്തേക്ക് കൊണ്ടുപോകാത്തോണ്ടാണ് അങ്ങനെ വരുന്നത്. പണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ചെറിയ വെയിൽ കൊള്ളിക്കും കുട്ടികളെ എന്ന് പറയില്ലേ, അത് ഇതിനാണ് സംഭവം കേട്ടോ. ഫ്രീ കിട്ടുന്ന വൈറ്റമിൻ ആണ്. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ റിക്കറ്റ്സ് ഉണ്ടാകും. റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് ഓസ്റ്റിയോമലേഷ്യ ഇൻ അഡൽട്സ് കേട്ടോ. ഓർത്ത് വെക്കണം, ചെറിയ കുട്ടികൾ ഉണ്ടാവുന്ന റിക്കറ്റ്സും വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ഓസ്റ്റിയോമലേഷ്യ. ഓക്കെ, ദെൻ വൈറ്റമിൻ ഇ ആണ് അടുത്ത തന്നിരിക്കുന്നത്. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും പറയുന്നുണ്ട്, ടോക്കോഫെറോൾ എന്നും പറയും കേട്ടോ. ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ അല്ലെങ്കിൽ ടോക്കോഫെറോൾ എന്ന് നമ്മൾ പറയും. അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസ് ഉണ്ടോ, മൈൽഡ് ഹെമോളിറ്റിക് അനീമിയ ഇൻ ന്യൂ ബോൺ ഇൻഫന്റ് ആൻഡ് ഇൻക്രീസ്ഡ് ഫ്രജിലിറ്റി ഓഫ് RBC ആൻഡ് എന്താണ് നമ്മുടെ മോളിക്കുലാർ വീക്ക്നെസ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയാ ബോഡിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്താണ് നമ്മുടെ വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞ എന്താണ്, ടോക്കോഫെറോൾ അല്ലെങ്കിൽ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നാണ് വൈറ്റമിൻ ഇനെ പറയുക. അപ്പൊ മൈൽഡ് ഹീമോലിറ്റിക് അനീമിക് അറിയാലോ, കണ്ണൊക്കെ ഡോക്ടർ ഇങ്ങനെ പൊളിച്ചിങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ണിന്റെ അടിയിൽ ഇങ്ങനെ എന്താ പറയുക ഒരു എണ്ണം എന്താ പറയുക ഒരു രക്തമായി ഇല്ലെങ്കിൽ അവർ പറയില്ല അനീമിക് ആണെന്ന് പറയില്ലേ അല്ലെ. മൈൽഡ് ഹീമോലിറ്റിക് അനീമിയ ആൻഡ് ന്യൂ ബോൺ ഇൻഫന്റിലാണ്. പിന്നെന്താ വന്നിരിക്കുന്നത്, ഇൻക്രീസ്ഡ് ഫ്രജിലിറ്റി ഓഫ് RBC ആണ് കേട്ടോ. അപ്പം ഫ്രജിലിറ്റിക്ക് RBCക്കകത്ത് എന്ത് വരുന്നുണ്ട്, ഫ്രജിലിറ്റി ഓഫ് RBC ഉണ്ടാവുന്നുണ്ട്. പിന്നെ മോളിക്കുലാർ വീക്ക്നെസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, ടോക്കോഫെറോൾ എന്നാണ് വേറൊരു പേര് പറയുന്നത്. NCERT ഈ ഫ്രജിലിറ്റി ഓഫ് RBC ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി വൈറ്റമിൻ കെ ആണ് ഫിലോക്യുനോൺ. K1 ആണെങ്കിൽ ഫിലോക്യുനോൺ എന്നും പറയും. പിന്നെ K2 ആണെങ്കിൽ മെനാക്യുനോൺ എന്നും പറയും. ക്വിനോൺ എന്ന് പറഞ്ഞൊരു ക്വിനോയിഡ് സ്ട്രക്ചറുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, ഫിനോള് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, എനിവേ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയാ ഈ ബ്ലഡ് ക്ലോട്ടിങ് പെട്ടെന്ന് വരാതിരിക്കാനുള്ള എന്താണ് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിങ് ടൈം ആണ് ഇവൻ ചെയ്യുന്നത് കേട്ടോ. സോ ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആന്റി ഹെമറേജ് വൈറ്റമിൻ എന്ന് പറയാറുണ്ട്. അത് ഫിലോക്വിനോൺ, ഫിലോക്വിനോൺ എന്ന് ഓർത്ത് വെച്ചാൽ മതി. K1 ആണെങ്കിൽ ഫിലോക്വിനോണും മെനാക്വിനോൺ ക്വിനോണിന്റെ ഡെറിവേറ്റീവ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. സോ ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം, ബ്ലീഡിംഗ് ഡയാത്തസിസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇൻക്രീസ്ഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം കേട്ടോ. ക്ലോട്ട് ചെയ്യല് അങ്ങോട്ട് പൊട്ടിയ ഉടനെ ക്ലോട്ട് ചെയ്യുമ്പോൾ തലയിലൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ മക്കളെ, ഓരോ ആൾക്കാരൊക്കെ മരിച്ചു പോകുന്ന അങ്ങനെയല്ലേ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുകയാണെങ്കിൽ വേഗം മരിച്ചു പോകും. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും റിക്കവർ ചെയ്തെടുക്കാവുന്ന ഡോക്ടർമാർ പറയുന്നത് കേട്ടിട്ടില്ലേ. അതിപ്പോ ഇതിന്റെ അനുസരിച്ചാണ് പറയുന്നത്. ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം ഫാസ്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വരുന്നുണ്ട്, അത് ക്ലോട്ട് ചെയ്ത് കട്ട പിടിക്കും. ഫർദർ ഫ്ലോ ഓഫ് എന്താണ് ബ്ലഡിന്റെ മൂവ്മെന്റ് നടക്കില്ല, ആകെ പ്രശ്നമാകും. പൊട്ടിയാലും അത്ര കുഴപ്പമില്ല, ഹെമറേജ് ഉണ്ടെങ്കിലും അത് വേഗം കണ്ടുപിടിച്ച് റിക്കവർ ആക്കി തുന്നിക്കെട്ടിയാൽ മതി. പക്ഷെ ഇത് ക്ലോട്ട് ആയാൽ കുഴപ്പമാണ്. അപ്പം ഈ 4 എണ്ണമാണ് നമ്മുടെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ. ബാക്കി ബിയും സിയും ഉള്ളൂ വാട്ടർ സോലുബിൾ വൈറ്റമിന്. അതിനകത്ത് ഞാൻ ബിയുടെ കുറച്ച് കാറ്റഗറി എഴുതിയിട്ടുണ്ട്. B1 ഈസ് കോൾഡ് തയാമിൻ. ഓക്കെ,
ബെറി ഓക്കെ. ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് ആൻഡ് റിട്ടാർഡഡ് ഗ്രോത്ത്, ഒരു വിശപ്പില്ലായ്മ തോന്നുന്നതാണ് ബെറി എന്ന് പറയുന്ന അസുഖം. B1 ദാറ്റ് ഈസ് ലോസ് ഓഫ് ആപ്പറ്റൈറ്റ് ആൻഡ് റിട്ടാർഡഡ് ഗ്രോത്ത്. ഓക്കെ, സംഭവം പിടികിട്ടില്ലേ? ഓക്കെ. വൈറ്റമിൻ B2ന്റെ പേരാണ് റിബോഫ്ലാവിൻ. ഓക്കെ, റിബോഫ്ലാവിനോസിസ് എന്ന് പറഞ്ഞ അസുഖം അല്ലെങ്കിൽ കെലിയോസിസ് ആൻഡ് ഡൈജഷൻ ഡിസോർഡർ അല്ലെ. കെലിയോസിസ് ആൻഡ് ഡൈജഷൻ ഡിസോർഡർ ആണ്, സ്കിൻ ഇൻഫെക്ട് അങ്ങനത്തെ റിലേറ്റഡ് ആണ്. ആൻഡ് ഡൈജഷൻ ഡിസോർഡർ. മൂന്നാമത്തേത് വൈറ്റമിൻ B3 ആണ്, നിയാസിൻ അല്ലെങ്കിൽ നിയാസിനമൈഡ് പെല്ലഗ്ര എന്ന് പറഞ്ഞ അസുഖം. ഓക്കെ. ദെൻ അടുത്തത് വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ് ആൻഡ് പാരസ്തേഷ്യ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ബുക്കിനകത്ത് ഉണ്ടാവില്ല, വേണ്ടത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഞാൻ എല്ലാം ഇതിനകത്തൊന്ന് നോട്ട് ചെയ്ത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വൈറ്റമിൻ B6 ഇറ്റ്സ് കോൾഡ് പിരിഡോക്സിൻ, പിരിഡോക്സാമിൻ ഓർ പിരിഡോക്സാൽ. അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി അല്ലെങ്കിൽ കൺവൽഷൻസ്, ഇങ്ങനെ വലിഞ്ഞു മുറുകി സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുന്ന അസുഖമാണ് കൺവൽഷൻസ് എന്ന് പറയുക. ഓക്കെ. ദെൻ വൈറ്റമിൻ B7ന്റെ പേരാണ് ബയോട്ടിൻ, ഡെർമാറ്റൈറ്റിസ്. ഓക്കെ, കാര്യം സ്കിന്നിൽ വരുന്നതാണ് ഡെർമാറ്റൈറ്റിസ്. ദെൻ വൈറ്റമിൻ B9 ഈസ് കോൾഡ് ഫോളിക് ആസിഡ് അല്ലെ. പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫോളിക് ആസിഡ് ചേർന്ന ഗുളികകളൊക്കെയാണ്. ആൻഡ് ഫോളിനിക് ആസിഡ് എന്ന് പറയുന്നത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റുകൾ ഉണ്ടാവും ഇല്ലെങ്കിൽ. ഓക്കെ. ദെൻ വൈറ്റമിൻ B12 ഈസ് കോൾഡ് സൈനോകൊബാലമിൻ ദാറ്റ് ഇസ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ പെർനീഷ്യസ് അനീമിയ പറയും. ആൻഡ് ലാസ്റ്റ് വൺ വൈറ്റമിൻ C ഈസ് കോൾഡ് ascorbic acid and the deficiency disorder is curvy. Okay, അപ്പൊ ഈ ഗം ബ്ലീഡിങ് ഒക്കെ വരില്ലേ അല്ലെ, ഇവിടെ ഈ നമ്മുടെ എന്താ പറയാ ഈ ലിപ്പിന്റെ സൈഡ് ഒക്കെ പൊട്ടുന്നത്, ഗം ബ്ലീഡ് ചെയ്യുന്നത് ഒക്കെ ഈ പറഞ്ഞ അസുഖങ്ങളാണ് വന്നിരിക്കുന്നത് കേട്ടോ മക്കളെ, ഓർത്ത് വെക്കണം. ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ഡെഫിഷ്യൻസി ഡിസീസ് വെച്ചിട്ടുണ്ട്. NCERT-യിൽ ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ പഠിക്കുക. അപ്പൊ ഫാറ്റ് സോലുബിൾ ADEK ആദ്യം വെച്ചു, ദെൻ വാട്ടർ സോലുബിൾ B1 B2 B3 B5 B6 B7 B9 B12 ഇത്രയും ഞാൻ Bക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻ സിയും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബുക്കിലുള്ളത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ ഒന്ന് കാണിച്ചു തന്നെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കൂ മക്കളെ, ഇമാരുടെയൊക്കെ കുറവുകൊണ്ട് എന്തെല്ലാം അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലെ. ഒരു ചെറിയ ക്വാണ്ടിറ്റി മതി നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട്. പക്ഷെ ആ ഒരു ചെറിയ കുറവെന്ന് പറയുന്നത് എന്തായിരിക്കും, വലിയ പ്രോബ്ലങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനു ശ്രമിക്കുക, ഹാവ് ടു ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇത് വേണ്ട അത് വേണ്ട എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യണം, കുറച്ചെങ്കിലും ഒക്കെ നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ഒരു പോർഷനും കൂടെ ഉള്ളൂ, ദാറ്റ് ഇസ് ന്യൂക്ലിക് ആസിഡ്. വൺ മോർ പോർഷൻ റിമൈനിങ് ഇൻ ദസ് ചാപ്റ്റർ. കംപ്ലീറ്റ്ലി ബയോളജി തന്നെയാണ് വരുന്നത്, ദാറ്റ് ഇസ് ന്യൂക്ലിക് ആസിഡ്സ് അല്ലെ. അപ്പം ന്യൂക്ലിക് ആസിഡ്സ് ആണ് നിങ്ങൾക്ക് ഞാൻ പറയാതെ നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. ഓരോ ജനറേഷൻ ടു ജനറേഷൻ എന്ത് വരുന്നുണ്ട്, നമ്മളിപ്പോ നമ്മളുടെ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ് മാറുക ചെയ്യുന്ന ക്രോമസോമിലൂടെ അല്ലെ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എവറി ജനറേഷൻ ഓഫ് ഈച്ച് ആൻഡ് എവറി സ്പീഷീസ് റിസംബിൾസ് ഇറ്റ്സ് ആൻസെസ്റ്റേഴ്സ് in many ways. So the nucleus of a living cell is responsible for this transmission of inherent characters, also called heredity അല്ലെ. അപ്പൊ നമ്മുടെ ആൻസിസ്ട്രൽ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഹെറിഡിറ്റി. നമ്മൾ ശരിക്കും പറഞ്ഞ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്തായിരിക്കും, ഹെറിഡിറ്റി ആണ് അല്ലെ. നിങ്ങളൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എവിടുന്നാ വരുന്നത്, എന്താ പറയാ ഈ എയ്പ്പിനകത്തുനിന്നൊക്കെ അല്ലേ ഉണ്ടായി വന്നിരിക്കുന്നത്. എന്നിട്ട് അങ്ങനെ നമ്മൾ കണ്ടില്ലേ, അവസാനത്തെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെ. അപ്പം ഇപ്പം നമുക്കിപ്പം ഒരു എന്താ പറയാ, നമ്മൾ ഏത് എന്താ പറയാ ആര്യൻസ് ആണോ ദ്രാവിഡൻസ് ആണോ അങ്ങനെയൊക്കെ പറയാറില്ലേ. സൗത്ത് സൈഡിലുള്ളവരെല്ലാം ദ്രാവിഡൻസ് ആണ്, നോർത്ത് സൈഡിലേക്കുള്ളവരെല്ലാം ആര്യൻ റേസ് ആണെന്നൊക്കെ പറയില്ലേ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ റേസ് ഏതാണെന്നും നമ്മൾ ഏത് ട്രേറ്റുമായിട്ട് റിലേറ്റഡ് ആണെന്നൊക്കെ തിരിച്ചറിയുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്കോളൂ മക്കളെ, പഠിക്കാത്തവരാണെങ്കിൽ. സോ എവറി സ്പീഷീസ് റിസംബിൾസ് ദെയർ ആൻസെസ്റ്റേഴ്സ് ഇൻ മെനി വേസ്. ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പറയുമ്പോൾ നിനക്ക് ആരുടെ സ്വഭാവമാടാ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയാറില്ലേ അല്ലെ. ഓ ഇന്ന അപ്പന്റെ സ്വഭാവമോ അല്ലെങ്കിൽ അവന്റെ വല്യപ്പന്റെ സ്വഭാവമോ അല്ലെങ്കിൽ അവന്റെ അങ്കിളിന്റെ സ്വഭാവമോ അല്ലെ അവളുടെ ആന്റിയുടെ സ്വഭാവമോ ഇങ്ങനെയാ വരുന്നൊക്കെ പറയില്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെ സംഭവം കേട്ടോ. അപ്പൊ ഒരാളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊന്നിലേക്ക് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ട്രാൻസ്മിഷൻ ചെയ്തു പോകുന്നുണ്ട്. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്, ഈ പറഞ്ഞ ന്യൂക്ലിയസ് ഓഫ് ദ ലിവിങ് സെല്ലിനാണ് അല്ലെ. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഹെറിഡിറ്റി. ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ, ഹെറിഡിറ്റി. ഇൻ കേസ് ഇനി ഒരു മാർക്കിൽ എങ്ങാനും ക്വസ്റ്റ്യൻ വന്നാലും, എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്ര മാർക്കിൽ ഇതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളത്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇറ്റ്സ് കോൾഡ് ഹെറിഡിറ്റി. ഓക്കെ, ഞാൻ
ഞാനൊരു കളർ വരുന്നത് മാർക്ക് ചെയ്യാം. then എന്താണ് the particles in the nucleus respond. ഞാൻ പറഞ്ഞില്ല ന്യൂക്ലിയസ് ആണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. the particles in the nucleus responsible for heredity are called chromosomes. അല്ലെ? അപ്പൊ ബയോ കുട്ടികൾക്ക് ഇത് സുഖമായിട്ട് വേഗം പോകുന്നുണ്ട്. മാത്സുകാരൊന്നും ശ്രദ്ധിച്ചിരിക്കണം. അപ്പം ന്യൂക്ലിയസ് ആണ് റെസ്പോൺസിബിൾ. ന്യൂക്ലിയസിനകത്തെ ആരാണ് മോർ റെസ്പോൺസിബിൾ? ദാറ്റ് ഈസ് ക്രോമസോം. ന്യൂക്ലിയസിനകത്തെ ക്രോമസോമുകളാണ് റെസ്പോൺസിബിൾ, വിച്ച് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് മക്കളെ. അപ്പൊ നമ്മുടെ ആള് വന്നിട്ടുണ്ട്. ദീസ് ആർ മെയ്ഡ് അപ്പ്, ദ ക്രോമസോംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻ ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ബയോമോളിക്യൂൾ കോൾഡ് ന്യൂക്ലിക് ആസിഡ്. സോ വൺ മോർ ബയോമോളിക്യൂൾ റിമൈനിങ് ഹിയർ. അപ്പം ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ക്യാരക്ടേഴ്സ് എന്ത് വരുന്നുണ്ട്, ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തു പോകുന്നുണ്ട്. അതിന് റെസ്പോൺസിബിൾ ആരാണ്? ആ സെല്ലിന്റെ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്തെ ആരാണ്? ക്രോമസോംസ് ആണ് അല്ലെ? അപ്പൊ എന്താണ്, ഇവന്മാരൊക്കെ ആരാണ്? ശരിക്കും പറഞ്ഞാൽ ഇവന്മാരൊക്കെ പ്രോട്ടീൻസ് ആണ്. അപ്പൊ നമ്മളൊരു പുതിയ സെറ്റ് ഓഫ് ആൾക്കാരെ പഠിക്കുകയാണ്. ദേ ആർ കോൾഡ് nucleic acids. Okay, so എന്തൊക്കെയാണ്? these are of two types. ഏതൊക്കെയാണ്? deoxyribonucleic acid and ribonucleic acid. അല്ലെ? deoxyribonucleic acid means എന്താണ്? DNA and the ribonucleic acid is RNA. Okay, നിങ്ങൾ ഇങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യുക? ഞാൻ ഇപ്പൊ വായിച്ച പോലെ, അതോ ഡിയോക്സി റൈബോ എന്നാണ് വായിക്കുന്നത്? ഞാൻ RIBO കണ്ടപ്പോ റിബോ എന്ന് വായിച്ചതേ ഉള്ളൂ കേട്ടോ. റൈബോ ആ വായിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ വായിച്ചോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സോ ന്യൂക്ലിക് ആസിഡ്സ് ആർ ലോങ് ചെയിൻ പോളിമേഴ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് ആർ ദ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. ആക്ച്വലി ഇവരൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് കൊണ്ടാണ്. ദേ ആർ made up of nucleic acids ആണ്. and these are of two types, deoxyribonucleic acid and ribonucleic acids, and they are the polymers of nucleotide എന്നാ പറഞ്ഞിരിക്കുന്നത്. വാക്കൊന്ന് ഓർത്ത് നോക്കണം, ന്യൂക്ലിയോടൈഡ്സ്. അപ്പം പോളി ന്യൂക്ലിയോടൈഡുകളാണ് ഇവന്മാര് അല്ലെ? പോളി ന്യൂക്ലിയോടൈഡ്. നമുക്കൊന്ന് നോക്കാം, ക്ലോസ് വാച്ച് ചെയ്യാം ആരൊക്കെയാണെന്നുള്ളത്. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ദ ന്യൂക്ലിക് ആസിഡ് ആണ്. ന്യൂക്ലിക് ആസിഡിനകത്ത് എന്തൊക്കെയുണ്ട്, ആരൊക്കെ ഉണ്ടെന്നും നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ നമ്മള് DNA RNA ഒക്കെ ഒന്ന് ഹൈഡ്രോലൈസ് ചെയ്തപ്പോഴാണ്, അല്ലാതെ ഇങ്ങനെ കൂട്ടമായിട്ടിരുന്ന വല്ലതും പഠിക്കാൻ പറ്റുമോ മക്കളെ? ഇപ്പൊ നമ്മൾ പോളിസാക്കറൈഡ് പറഞ്ഞു. ഈ പോളിസാക്കറൈഡിനകത്ത് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സോ ദ കംപ്ലീറ്റ് സ്റ്റഡി ഓഫ് എന്താണ് DNA or RNA ക്യാൻ ബി സ്റ്റഡീഡ് ബൈ ദ ഹൈഡ്രോളിസിസ്. ഇത് ഹൈഡ്രോലൈസ് ചെയ്യുന്നു. അപ്പം ഐദർ DNA അല്ല RNA ഹൈഡ്രോലൈസ് ചെയ്തപ്പോഴേ നമുക്ക് അതിനകത്ത് മനസ്സിലായത് എന്തൊക്കെയുണ്ട്. there is a pentose sugar അല്ലെ? ഒരു pentose sugar ഉണ്ട്. then എന്താണ്? ഒരു ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട് ആൻഡ് നൈട്രോജിനസ് ബേസ് ഉണ്ട്. ഒരു ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസ് ഉണ്ട്. നൈട്രജൻ കണ്ടെയ്നിങ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് കൊണ്ട് ബേസ്. ഒക്കെ ഓർത്ത് വെക്കണം. അപ്പൊ നമ്മൾ DNA അല്ലെങ്കിൽ RNA കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? അതിനെ നമ്മൾ ഹൈഡ്രോലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി അതിനകത്തൊരു പെൻഡോസ് ഷുഗർ ഉണ്ട്, ഒരു ഫോസ്ഫോറിക് ആസിഡും ഉണ്ട്, ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ഒരു ബേസും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മൂന്നെണ്ണം കൂടി ചേരുന്നതാണ് ന്യൂക്ലിയോടൈഡുകൾ. ആക്ച്വലി ന്യൂക്ലിയോടൈഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ പെൻഡോസ് ഷുഗർ, phosphoric acid and nitrogen containing heterocyclic compound കേട്ടോ. nitrogen containing heterocyclic compound. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോരുത്തരായിട്ട് നമുക്ക് നോക്കാം. DNA-ക്കകത്ത് എന്താണ്? ഡിയോക്സി റൈബോസും RNA-ക്കകത്ത് റിബോസും ആണ്. നിങ്ങൾ നോക്കി RNA-യുടെ സ്ട്രക്ചർ നമുക്ക് ആദ്യം നോക്കാം. 1-ൽ ഒരു OH, നമ്മൾ ഗ്ലൂക്കോസിന്റെ ഒക്കെ സ്ട്രക്ചർ പോലെ അല്ലെ? ഫ്രക്ടോസിന്റെ നമ്മൾ ഇങ്ങനത്തെ സ്ട്രക്ചർ വരച്ചത്. 2-ൽ ഒരു HOH, 3-ൽ ഒരു HOH, 4-ൽ ഒരു H-ഉം CH2OH, 5 കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ സെക്കൻഡ് കാർബൺ ആറ്റം ഇൻ ദ DNA. നിങ്ങൾ നോക്കിയടാ മക്കളെ, ഒരു ഓക്സിജൻ മാറ്റില്ല, ഡിഓക്സി എന്നാ നമ്മൾ പറഞ്ഞത്. βD ആണ് സ്ട്രക്ചർ. നമ്മൾ ആൽഫയും ബീറ്റയും പറയുന്ന പോലെ അല്ലെ? ആൽഫ ഡി ആൻഡ് ബീറ്റ സ്ട്രക്ചർ ആണ്. OH ഗ്രൂപ്പ് മുകളിലേക്കല്ലേ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെ അല്ലെ? താഴേക്കാണെങ്കിൽ ആൽഫയും മുകളിലേക്കാണെങ്കിൽ ബീറ്റയും. നിങ്ങൾ ഓൾറെഡി കണ്ട സ്ട്രക്ചറുകളൊക്കെയാണ്. നോക്കിയടാ മക്കളെ, അതായത് റിബോസിന്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലെ ഒരു H മാറ്റി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? βD2 ഡിയോക്സി റൈബോ. സെക്കൻഡ് ആയതുകൊണ്ട് D2 എന്ന് എഴുതിയിരിക്കുന്നത്, 2 എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം റിബോന്യൂക്ലിക് ആസിഡിനകത്ത് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു പെൻഡോസ് ഷുഗർ ആണ്. 5 കാർബൺ ആറ്റം ഉണ്ട്. 1-ഉം 4-ഉം തമ്മിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഗ്ലൈക്കോസിഡിക് പോലത്തെ ലിങ്കേജ് വന്നിട്ടുണ്ട് അല്ലെ? എന്നിട്ട് സെക്കൻഡ് കാർബൺ ആറ്റത്തിനകത്തെ ഓക്സിജൻ മാറുമ്പോഴത്തേക്ക് അത് എന്ത് വരുന്നുണ്ട്?
ഡിയോക്സി റിബോസ് ആകും. അത് DNA കൂടെയും പോകും. റിബോസ് എന്ന് പറഞ്ഞ ഭാഗം RNA കൂടെ പോകും. ഇതാണ് നമ്മുടെ പെൻഡോസ് ഷുഗർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 5 കാർബൺ ആറ്റമുള്ള ഷുഗർ ആണ് പെൻഡോസ് ഷുഗർ. ഇതാണ് റിബോസും ബീറ്റാ ഡിയോക്സി റിബോസും. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, ഒരു നൈട്രോജീനസ് ബേസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതായത് പെൻഡോസ് ഷുഗർ ഉണ്ട്, ഒരു നൈട്രോജീനസ് ബേസ് ഉണ്ട്. ആ നൈട്രോജീനസ് ബേസിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? അഡനൈൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ ആൻഡ് തയാമിൻ അല്ലെ. സോ തയമിൻ ആണ്. തയാമിൻ മറ്റേ സ്പെല്ലിങ് വേറെ അല്ലേ നമ്മൾ മുമ്പ് കണ്ടത് അല്ലെ, തയമിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ നൈട്രോജീനസ് ബേസ്. അപ്പം ഈ തയമിൻ എന്ന് പറഞ്ഞ നൈട്രോജീനസ് ബേസ് എന്താണ്? DNA മാത്രം. ബാക്കിയെല്ലാം DNA-യിലും RNA-യിലും കോമൺ ആണ്. അഡനൈനും ഗ്വാനൈനും സൈറ്റോസിനും എന്തുണ്ട്? ബോത്ത് DNA ആൻഡ് RNA ഹാവിങ്. പക്ഷേ ഈ തയമിൻ എന്ന് പറഞ്ഞത് എവിടെ മാത്രമേ ഉള്ളൂ? നമ്മുടെ DNA-യിൽ മാത്രമേ ഉള്ളൂ. RNA-യിൽ എന്തില്ല? RNA-യിൽ തയമിന് പകരം യുറാസില വന്നിരിക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളൊരു ന്യൂക്ലിയോടൈഡ് നോക്കാമെങ്കിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ഒരു നൈട്രോജീനസ് ബേസ് ഉണ്ടാകും, പിന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഒരു പെൻഡോസ് ഷുഗർ ഉണ്ടാകും അല്ലെ. അപ്പൊ ആ നൈട്രോജീനസ് ബേസിനകത്ത് DNA-യിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനകത്ത് അഡനൈൻ, തൈമിൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ ഉണ്ടാകും. ആ സമയത്ത് RNA-യിലേക്ക് ലിങ്ക് ചെയ്യുന്നെങ്കിൽ അവിടെ എന്തുണ്ടാകും? അഡനൈൻ, ഗ്വാനൈൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അതിനകത്ത് അഡനൈനും ഗ്വാനിനും ആരാണ്? പ്യൂരിൻസ് എന്നാ പറയുക. ഓർമ്മയുണ്ടോ അവരുടെ പേരുകൾ? അഡനൈൻ ആൻഡ് ഗ്വാനിൻ ആർ കോൾഡ് പ്യൂരിൻസും. ദെൻ ഇവന്മാരെന്താണ്? ഇവന്മാര് മൂന്നും, ദാറ്റ് ഈസ് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ ആർ പിരമിഡീൻസ് കേട്ടോ, പിരമിഡീൻസ്. അപ്പം കോമ്പിനേഷൻ വരുന്നത് എന്താണ്? പ്യൂരിൻസും. ഒരു പ്യൂരിനോടോ ഒരു പിരമിഡിനോടോ ജോയിൻ ചെയ്യില്ല. പ്യൂരിൻ എവിടെ ചെയ്യുള്ളൂ? പിരമിഡിനോടും പിരമിഡിൻ പ്യൂരിനോട് കേട്ടോ. അപ്പൊ എന്താണ്? ഈ 2 റിങ്ങുള്ള സാധനങ്ങള് പ്യൂരിൻസും, സിംഗിൾ റിങ്ങോട് കൂടി വന്നിരിക്കുന്ന പിരമിഡിൻസും. അപ്പം അഡനനും ഗ്വാനിനും പ്യൂരിൻസും, സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ എന്താണ്? ദേ ആർ പിരമിഡിൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ നൈട്രോജീനസ് ബേസ്. ഇനി ഫോസ്ഫോറിക് ആസിഡിന്റെ എന്താണ്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നിട്ടേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നുമില്ല മക്കളെ, ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പൊ എന്താണ്? ഇവരൊക്കെ എന്താണ്? പോളിന്യൂക്ലിയോടൈഡുകളാണ് അല്ലെ. പോളിന്യൂക്ലിയോടൈഡുകളാണ്. അപ്പൊ പോളിന്യൂക്ലിയോടൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിക് ആസിഡ് നോക്കിയേ മക്കളെ. ഈ എന്താ പറയാ, ബേസും ഷുഗറും മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ ഇവരെ എന്താ വിളിക്കുന്നത്? ന്യൂക്ലിയോസൈഡ് എന്നാ വിളിക്കുന്നത്. ബേസും ഷുഗറും മാത്രമേ ഉള്ളെങ്കിൽ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ഇതിനകത്ത് എന്താ വിളിക്കുന്നത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടി വന്നപ്പം ന്യൂക്ലിയോടൈഡ് എന്നാ പറയാ. ന്യൂക്ലിയോടൈഡ് 3 വരുന്നത് ന്യൂക്ലിയോടൈഡും 2 വരുന്നത് ന്യൂക്ലിയോസൈഡ്. നമ്മൾക്ക് ന്യൂക്ലിയോടൈഡുകളാണ്, പോളിന്യൂക്ലിയോടൈഡ് അല്ലേ. ഇനി നമ്മൾ കണ്ടു ഈ ഇവന്മാർ എവിടൊക്കെയാ ലിങ്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പെൻഡോസ് ഷുഗറിന്റെ 1' കാർബൺ ആറ്റത്തിൽ ആര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും? ബേസും. അതിന്റെ 5' കാർബൺ ആറ്റത്തിൽ ആര് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇയാളുടെ 3' ഫ്രീ ആണ്. ആ 3' താഴേക്കുള്ള ആൾക്കാർ ലിങ്ക് ചെയ്യുന്നത് മനസ്സിലായോ? നിങ്ങൾ ഇതിന്റെ എന്താ പറയാ, ഇങ്ങനെ ലീനിയർ സ്ട്രക്ചർ നിങ്ങൾ നോക്കാമെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന അങ്ങനെയാണ്. ഈ 3' കൂടെ നമുക്ക് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ശരിയല്ലേ? അതും കൂടെ ജോയിൻ താഴേക്ക് അടുത്ത മോളിക്യൂളിലേക്കാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്, ശരിയല്ലേ? ഓക്കെ, സമം ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പിടികിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് ലിങ്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഷുഗർ എടുത്തു വെക്കുന്നു. ഷുഗറിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ നൈട്രോജീനസ് ബേസ് വരുന്നു. അത് ഏത് ഷുഗറാന്ന് വെച്ചാൽ അതിനനുസരിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ മക്കളെ. ഐദർ പ്യൂരിൻ അല്ലെങ്കിൽ പിരമിഡിൻസ് വരുന്നു, പിന്നെ അത് ബേസ് ഉണ്ടാവുന്നു, പിന്നെ ഒരു ഷുഗർ വരുന്നു. ഇനി അതിന്റെ 5' കാർബൺ ആറ്റത്തിൽ എന്ത് വരുന്നുണ്ട്? ഒരു ഫോസ്ഫോറിക് ആസിഡിന്റെ ലിങ്കേജ് വരുന്നു. ഇനി അത് കമ്പൈൻ ചെയ്ത് പോകുമ്പോൾ അടുത്തയിലേക്ക് ലിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോസ്ഫോഡൈസ്റ്റർ ലിങ്കേജ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ന്യൂക്ലിയോസൈഡ് കണ്ടോ, ന്യൂക്ലിയോസൈഡിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? ബേസും ഷുഗറും മാത്രമേ ഉള്ളൂ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ന്യൂക്ലിയോസൈഡില് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നതിന്റെ പേരാണ് ന്യൂക്ലിയോടൈഡ് എന്ന് കണ്ടോ. അപ്പൊ ഫോസ്ഫോറിക് ആസിഡിന്റെ ഫോസ്ഫേറ്റ് H മാറിയിട്ടുണ്ടല്ലോ, 2 കണ്ടോ ഫോസ്ഫോഡൈസ്റ്റർ ലിങ്കേജ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം 1' പൊസിഷനിൽ ബേസും 5' പൊസിഷനിൽ എന്ത് വന്നിട്ടുണ്ട്? ഷുഗർ മൊയ്റ്റിന്റെ 5' പൊസിഷൻ. അപ്പം
ഷുഗറിന്റെ 1' ബേസും 5' ഫോസ്ഫോഡയസ്റ്ററും കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വരുന്നതാണ് ന്യൂക്ലിയോടൈഡുകൾ. ഇതിന്റെ ഡീറ്റെയിൽഡ് പിക്ചറേ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെ കാണിച്ചു തരാം. കുറച്ചും കൂടെ ക്ലാരിറ്റിയോടുകൂടി ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് ഇത്രയും പഠിച്ചിട്ട് വരുമോ? ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.